എന്താന്ന് വെച്ചാ ഞാനന്ന് ഉറങ്ങുമായിരുന്നു. അന്ന് മനസ്സിലായി പറ. അപ്പൊ ഉറങ്ങുന്ന ടൈമില് നിന്റെ പെർഫോമൻസ് ആണെന്ന് പറഞ്ഞു ഇത് കഴിഞ്ഞിട്ട്. അപ്പൊ ഇങ്ങനെ പെർഫോം ആയപ്പോ ഞാൻ എന്നിട്ട് ജാക്കറ്റ് എല്ലാം ഊരി. എന്താന്ന് വെച്ചാൽ ജാക്കറ്റ് ഇട്ടോണ്ടായിരുന്നു. അപ്പൊ അവിടെ ഭയങ്കര തണുപ്പാ. അങ്ങനെ ജാക്കറ്റ് ഒക്കെ ഊരി അങ്ങനെ തണുക്കുമായിരുന്നു മൊത്തത്തിൽ. എന്താന്ന് വെച്ചാൽ ഞാൻ ഇത്ര ഹാൻഡിലുള്ള ഇതായിട്ടേക്കുന്നത്, ഇതുപോലെയല്ല. ഇങ്ങനത്തെ ഒരു ഇത്ര ഹാൻഡില് ഇവിടെയൊക്കെ ഭയങ്കര ഇത് വരും, രോമാഞ്ചമൊക്കെ വരും. അതൊക്കെ ഭയങ്കരമായിട്ട് വന്ന് ഞാൻ അങ്ങനെ നിന്നാ പാടിയത്. അങ്ങനെ സ്റ്റൂളിൽ നിന്നിട്ട് അങ്ങനെ സ്റ്റൂളൊക്കെ എടുത്തോണ്ട് വന്ന്. എന്താന്ന് വെച്ചാൽ ഹൈറ്റിന്റെ കാരണം എന്താ ക്യാമറ ഫോക്കസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ക്യാമറ സൂം ഒക്കെ ചെയ്യുമ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്രയും ഇത് ഫസ്റ്റ് ഓഡിഷൻ വന്നപ്പോ അങ്ങനെയായിരുന്നു. പിന്നെ ഇപ്പൊ ചെയറിൽ കിടന്നു. പിന്നെ ചെയറിൽ, സ്വർണ്ണ ചെയറിൽ ഇരുന്ന്, അതാണ് മോന്. അതായത് അന്ന് സ്റ്റാൻഡ് ഇട്ടിട്ട് മോനെ കയറ്റി നിർത്തി ക്യാമറ അങ്ങനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞ ആളുടെ മേല് ഇന്ന് എല്ലാ ക്യാമറകളും വന്നിരിക്കുകയാണ്. അതൊരു അച്ചീവ്മെന്റ് അല്ലേ? ഭയങ്കര ഹാപ്പി അല്ലേ ആ കാര്യത്തില്? പിന്നെ അങ്ങനത്തെ ഇതൊക്കെ വന്ന് പിന്നെ ഗോൾഡൻ ചെയറിലൊക്കെ നിന്ന് നന്നായിട്ട് പാടി പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി. അച്ഛൻ എന്താ ചെയ്യുന്നേ? അമ്മ അച്ഛനൊക്കെ എന്താ ചെയ്യുന്നേ? അമ്മ ഹൗസ് വൈഫ് ആണ്. പിന്നെ അച്ഛൻ KCB വർക്ക് ചെയ്യാണ്, കെ ഫോണില് അങ്ങനെ വർക്ക് ചെയ്യും. എന്നാ ഞാനൊരു വീഡിയോ കാണിച്ചു തരട്ടെ. കുറെ വർഷങ്ങൾക്ക് മുമ്പിലേക്ക് ഞാൻ ആവിർഭാവക്കുട്ടനെ കൊണ്ടുപോകാൻ പോവുകയാണ്. ഓക്കെ, അറിയട്ടെ? ഈ സാധനം ഓർമ്മയുണ്ടോ മോന്? ഓർമ്മയുണ്ടല്ലോ. ഞാൻ ചെറുതായപ്പോ. എത്ര വയസ്സുണ്ടായിരുന്ന സമയത്ത്? ഒരു 1 വയസ്സ്. 1 വയസ്സ്? ഒന്നര വയസ്സല്ലേ? 6 മാസം പോകണോ നിനക്ക്? 6 മാസം ഉള്ളപ്പോഴാണ് അടിച്ചു വിടുക. പാടുന്നുണ്ട്. ഓർമ്മ ഈ വീഡിയോസ് ഒക്കെ കാണാറുണ്ടോ? ഇത് ആരെടുത്തതാണ്? ഇത് എങ്ങനെയാണ്? ഇതിന്റെ ചരിത്രം എന്തോന്നാ ഈ വീഡിയോയുടെ? ഈ വീഡിയോ ഞാൻ ഇതിന് മുന്നേ ചേച്ചി പഠിപ്പിക്കാൻ തുടങ്ങിയ അങ്ങനെ പഠിക്കുന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് പോയി. എന്താന്ന് വെച്ചാൽ സരിഗമ എല്ലാം പഠിക്കുന്ന ടൈമില് മാ പഠിക്കേ, അപ്പൊ ഞാൻ ഇങ്ങനെ നടക്കുക, മാ പഠിക്കേ, അങ്ങനെ ഇങ്ങനെ നടന്നിട്ട് ബൈ ബൈ അങ്ങനെ പോയി. ചേച്ചിയാണോ പഠിപ്പിക്കുന്നത്? ഓക്കെ. വേറൊരു വീഡിയോ കാണിച്ചു തരാവേ. ഇത് മലയാളം ആണെങ്കിൽ പോട്ടെ, ഇത് നിങ്ങൾ കാണും. തെലുങ്കൊക്കെ എങ്ങനെ പഠിച്ചു? ഇതിന്റെ ഇടയിൽ ഞാൻ ഇതിനു മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ സ്റ്റേജിൽ പറയാൻ തുടങ്ങി. പിന്നെ അതങ്ങോട്ട് മറന്നു. പിന്നെ അങ്ങനെ തമിഴിലോട്ട് വന്നു. അത് തന്നെ തമിഴ് പഠിച്ചത് കുഞ്ഞു പ്രായത്തില്. അങ്ങനെ തമിഴ് പഠിച്ചിട്ട് നേരെ തമിഴ് പോയി, അതും പറഞ്ഞു. പിന്നെ അവിടെ നേരെ അതും പറഞ്ഞ് നേരെ കൊച്ചിയിലോട്ട് വന്നു. അങ്ങനെ മലയാളം എനിക്ക് പറയാൻ അറിയാം, അന്ന് തൊട്ട് എനിക്കറിയാം. അങ്ങനെ മലയാളം പറഞ്ഞു അങ്ങനെ നേരെ എന്നിട്ട് പിന്നെ ഇവിടുന്ന് ഹിന്ദിയായി. ഹിന്ദി എപ്പോഴും അയ്യോ ഇതെങ്ങനെ ഞാൻ ഹിന്ദി പഠിച്ചു പറയും, അങ്ങനെ പറയുന്ന ഒരു ഫ്രീയിലുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഹിന്ദിയൊക്കെ പറഞ്ഞു അച്ഛൻ പറയും ഇത് എഴുതിയിട്ട് അങ്ങോട്ട് അയക്കും. അപ്പൊ ഇങ്ങനെ കുറെ നേരം എഴുതും, ഫോണിൽ നോക്കി ഇങ്ങനെ എഴുതും. കുറെ എക്സാം ഒക്കെ പഠിക്കൂല്ലോ, എഴുതിയിട്ട് അങ്ങനെ അടിക്കും, അങ്ങനെ എടുത്ത് കഴിക്കും.